നിരത്തി അങ്ങനെ നിർത്തിയിട്ടുണ്ടാവും അനവധി എണ്ണത്തിനെ. എന്തിനാണ്? അതിൻ്റെ അകത്താക്കി കൊണ്ടുപോകാനാണ് പറയണത്. വിവാഹം നേരിട്ട് കാണണേക്കാ കേമത്തം അതിൻ്റെ അകത്താക്കി പിന്നെ കാണുമ്പോഴാ. അപ്പോ വിവാഹത്തിന് പോയി കഴിഞ്ഞാൽ വിവാഹം കാണാനൊന്നും തലയിക്കൊള്ളുന്നില്ല. മാത്രല്ല ഇപ്പോഴാണെങ്കിൽ വിവാഹത്തിന് പോയി കഴിഞ്ഞാൽ ഇരിക്കേണ്ട കാര്യം തന്നെ ഇല്ല എന്നാ പറയണത്. ചെലുത്തേണ്ട സമയമായ ചെലുത്താളത് ചെലുത്തുക, അങ്ങോട്ട് പോരുക, അത്രേ പതിവുള്ളൂ അല്ലേ? ഇനി ഭക്ഷണം കഴിക്കണമെങ്കിലും ഇരിക്കേണ്ട ആവശ്യമില്ല എന്നാ പറയണത്. നിന്നിട്ടാ പ്രയോഗം എന്നാ പറയണത്. നിന്നിട്ടാണ് പ്രയോഗം എന്നുണ്ടെങ്കിൽ കേമത്തെ കുറച്ചും കൂടി കൂടുന്ന. അപ്പോൾ വിവാഹത്തിന് പോയി കഴിഞ്ഞാൽ അർഹത നോക്കി സൽക്കരിച്ചിരുത്ത് അങ്ങനെയൊന്നും പതിവില്ല. പിന്നെ ഇവിടെ എന്താ ദൃഷ്ടജുമ്നൻ എല്ലാവരെയും അർഹതയ്ക്കനുസരിച്ച് സൽക്കരിച്ചിരുത്തി എന്ന് പറയാൻ അതിന് കാരണമുണ്ട്. അതെന്താ? അവിടെ വന്നിട്ടുള്ളവര് പല തരക്കാരാണ്. അതികേമന്മാരായിട്ടുള്ള മഹാരാജാക്കന്മാരുണ്ടാവും, സാമന്ത രാജാക്കന്മാരുണ്ടാവും, സൈന്യങ്ങള്, പുരവാസികള്, ബ്രാഹ്മണര്, ഇങ്ങനെ പല തരക്കാരുണ്ട്. അപ്പോൾ ഓരോരുത്തരെയും അവരവരുടെ അർഹതയ്ക്കനുസരിച്ചിട്ടാണ് ദൃഷ്ടജുമ്നൻ സൽക്കരിച്ചിരുത്തുണ്ടായത്. മഹാരാജാക്കന്മാർക്ക് പ്രത്യേകമായിട്ടൊരു സ്ഥലം, സാമന്ത രാജാക്കന്മാർക്ക് വേറൊരു സ്ഥലം, സൈന്യങ്ങൾക്ക് പ്രത്യേകമായിട്ടൊരു സ്ഥലം, ബ്രാഹ്മണർക്ക് ആവണപ്പലകിട്ട് അവർക്ക് പ്രത്യേകമായിട്ടൊരു സ്ഥലം. അങ്ങനെ ഓരോരുത്തരെയും അവരവരുടെ അർഹതയ്ക്കനുസരിച്ച് യോഗ്യതയ്ക്കനുസരിച്ച് സ്വീകരിച്ചിരുത്തിന് കഴിഞ്ഞു. മാത്രമല്ല ഭഗവാൻ കൃഷ്ണനും അവിടെ വന്നു എന്ന് പറഞ്ഞുല്ലോ. അദ്ദേഹത്തിനെയും കൃഷ്ണ എഴുന്നള്ളാം എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെയും ആ മാന്യസ്ഥാനത്ത് അവിടെ കൊണ്ടുചെന്ന് നിർത്തി. പ്രത്യേകമായിട്ടാണ് കേട്ടോ കൊണ്ടിരുത്തിയിട്ടുള്ളത്. ആ 4 പുറവും അടുത്ത ആരും ഇല്ലാത്ത വിധത്തില് ഒറ്റയ്ക്ക് ഈ സമയത്തിനായിട്ട് അദ്ദേഹത്തിനെയും അവിടെ എഴുന്നള്ളിച്ച് കൊണ്ടിരുത്തിയിട്ടുള്ള കിരീടമൊക്കെ വെച്ചിട്ടാണ് ആ മാന്യസ്ഥാനത്ത് ഭഗവാനെ ക്ഷണിച്ചിരുത്തി. മാത്രമല്ല പാണ്ഡവന്മാരും അവിടെ എത്തിയെന്ന് പറഞ്ഞല്ലോ. പാണ്ഡവന്മാര് ബ്രാഹ്മണ വേഷത്തിലാണ് അവിടെ വരികയുണ്ടായത്. അവരെ